എന്തായാലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയും. കാര്യം എനിക്കറിയാം എല്ലാവരും ഒത്തിരി ദൂരങ്ങളൊക്കെ വരുന്നവരുണ്ട്. ഇപ്പം തീർച്ചയായിട്ടും അങ്കമാലി എന്നൊക്കെ ഇതിനു വേണ്ടിയിട്ട് വന്നാണ്. അപ്പൊ അത്രയും ദൂരത്തുനിന്നവരെയൊക്കെ പിന്നെ ഒത്തിരി പേര് തിരുവനന്തപുരത്തുനിന്നും പത്തനംതിട്ടയിൽ കൊല്ലത്തുനിന്നും ഒക്കെ വന്നു. അപ്പം അതില് എല്ലാവരോടും നന്ദി. ഈ ഒരു അവസരത്തിൽ വന്നു ചേർന്നതിന്, പിന്നെ കുടുംബമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കാണാൻ പറ്റിയതിൽ, അതിൽ ഞാൻ കാരണമായതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എനിക്ക് ലാസ്റ്റ് നമ്മള് വെള്ളലൂര് കൂടിയതൊക്കെ എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട്. അന്ന് കൂടി ഫോട്ടോ എടുത്തതും ശശിമാന്റെ വീട്ടിലായിരുന്നു. അതൊക്കെ ജസ്റ്റ് ഒരു ഓർമ്മയുണ്ട്. പിന്നെ അമ്മ പറഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഓർക്കുന്നത്. ശരിക്കും എന്നെ ആദ്യം അക്ഷരം എഴുതിച്ചത് ഇവിടുത്തെ വെള്ളലൂര് അപ്പൂപ്പനാണ്. അപ്പോ ഇന്ന് ഈ ഒരു അവസരത്തില് ഇവിടെ എനിക്ക് ഈ വേദിക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അതിലെന്തായാലും അദ്ദേഹത്തിന് ഒരു റോളുണ്ട്. അപ്പോ അന്ന് തുടങ്ങി വിട്ട ഒരു ചെറിയ, അല്ലെങ്കിൽ അന്ന് എഴുതിച്ചു വിട്ട ഈ അക്ഷരങ്ങൾ കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത്. ഞാൻ എന്റെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പൊ ഈ മുന്നിൽ നിൽക്കാൻ പറ്റുന്നത്. അപ്പോ അതിന് കാരണക്കാരനായ അപ്പൂപ്പനെ ഞാൻ ഓർക്കുന്നു. പിന്നെ എപ്പോഴും സ്നേഹമുള്ള അപ്പൂപ്പനായിരുന്നു. എപ്പോൾ ചെന്നാലും അവസാന സമയങ്ങളിൽ പോലും ചെല്ലുമ്പോഴും കലഞ്ഞൂർ എന്നുള്ളതല്ലയോ എന്ന് വരെ അപ്പൂപ്പൻ ഓർമ്മ ഉണ്ടാക്കി. ഇപ്പൊ പേരൊന്നും ഓർമ്മ ഉണ്ടാവും, പക്ഷെ കലഞ്ഞൂർ എന്നുള്ളതല്ല എനിക്ക് വാ സംസാരിക്കുന്നൊക്കെ 90 എത്രയോ വയസ്സിൽ വരെ അപ്പൂപ്പൻ ഓർമ്മ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അമ്മൂമ്മ ഒരുപാട് സമയം ചുണ്ടയിൽ വന്ന് നിൽക്കുമായിരുന്നു. അപ്പൂപ്പനും അതെ. അപ്പോ ചുണ്ടയിലൊക്കെ വന്ന് നിൽക്കുമ്പോഴും കയ്യിലുള്ളതെല്ലാം തരുന്ന ഒരു പ്രകൃതിക്കാരിയായിരുന്നു അമ്മൂമ്മ. അമ്മൂമ്മയുടെ കയ്യിൽ എന്തുണ്ടെങ്കിലും അമ്മൂമ്മ അത് ഉടനെ നമ്മുടെ കയ്യിൽ ചുരുട്ടി അതിന് തരും. ഒരു 10 രൂപ 15 രൂപ അല്ലെങ്കിൽ ഒരു 5 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ അമ്മൂമ്മ അത് ചുരുട്ടി തരുന്നൊരു സ്വഭാവം അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ അമ്മയോട് നമ്മൾ സംസാരിക്കുമ്പം അമ്മയ്ക്ക് ചിലപ്പോൾ ആൾക്കാരെ ഓർമ്മ ഉണ്ടാകും. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധുവിനെ ആയിരിക്കും, അമ്മയ്ക്ക് പ്രായമായി, പക്ഷെ എന്നാൽ പോലെ അമ്മ അവരെ പറ്റി മോശമൊന്നും പറയാത്ത ഒരു സ്വഭാവക്കാരിയായിരുന്നു. അതും ഒരു വളരെ ഇത് അച്ഛൻ പറഞ്ഞാണ് ഞാൻ ഒന്ന് ആലോചിക്കുന്നതിനെ പറ്റി. മോശമൊന്നും പറയാത്ത പ്രകൃതക്കാരിയാണ്. ആരെ പറ്റിയും എന്തിനെ പറ്റിയും നല്ലത് മാത്രം കാണുന്ന രണ്ടുപേരാണ് വെള്ളലൂര് അപ്പൂപ്പനും അമ്മൂമ്മയും. അതും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പിന്നെ വേറെന്താ, പിന്നെ അമ്മയൊക്കെ പറഞ്ഞു, അമ്മ ഇത്ര അനലിറ്റിക്കലായിട്ട് ഓർത്തു വെച്ചു ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞാണ്. അമ്മയെ പോലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ശല്യം ചെയ്യാറുണ്ട് ഫോണിൽ. അത് എഴുതി വെക്ക്, ഇത് എഴുതി വെക്ക്, അത് ഓർത്ത് വെക്ക്. അപ്പോ പിന്നെ മുടിയെടുത്തത് അത് ഈ പരീക്ഷയ്ക്ക് ഭാഗമാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്തായാലും ചെയ്തു. നമ്മള് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമ്മൾ അതിനുവേണ്ടി എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം.